ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമുക്ക് SSC റെയിൽവേ സ്റ്റാറ്റിക് GK കുറച്ച് ക്വിസ് നോക്കിയാലോ. ഒരു 10 ക്വിസ് നമുക്ക് നോക്കാം. അതെന്താ, ഫസ്റ്റ് ഇൻ വേൾഡ് എന്നുള്ള ടോപ്പിക്കിൽ ഒരു 10 ക്വസ്റ്റിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സ് നമുക്കിന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് കൺട്രി ലോഞ്ച് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പുട്നിക് 1? എന്താ വേൾഡ് ഫസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയത്. എന്താ സ്പുട്നിക് 1 ഏത് കൺട്രിയാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്? ഏത് കൺട്രിയാ? USSR ആണ് സ്പുട്നിക് 1 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ നോക്കിയേ, 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 എന്താ USSR ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഏത് കൺട്രി? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSRന്റെ മറ്റൊരു പേരാണ് സോവിയറ്റ് യൂണിയൻ എന്നുള്ളത്. ഏതാ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? സ്പുട്നിക് 1 ആണ് ഫസ്റ്റ് എന്താ വേൾഡിലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. USSR ആണ് അത് എന്താ ഇറക്കുമതി നടത്തിയത്. 1957 ഒക്ടോബർ 4 അത് ഇറക്കിയിട്ടുള്ളത്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതെന്താ 29,000 km/h അതിൻ്റെ സ്പീഡ് ഉണ്ടായിരുന്നത്. എത്ര? 29,000 km/h. അതുപോലെ തന്നെ അത് 96.2 മിനിറ്റ്സ് കൊണ്ട് അത് ഏർത്തിൻ്റെ ഓർബിറ്റ് ചുറ്റിയിട്ട് വന്നു. എത്ര? 96.2 മിനിറ്റ്സ് കൊണ്ട്. പിന്നെ അതിൻ്റെ വെയിറ്റും ഡയമീറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 83.6 കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ വെയിറ്റ് വരുന്നത്. എത്ര? 83.6 കിലോമീറ്റർ. അതുപോലെ അതിൻ്റെ ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ 58 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ ഡയമീറ്റർ 58 സെൻറ്റിമീറ്ററാണ്. നമുക്കൊരു സാധനത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അതൊരു റേഡിയസോ അല്ലെങ്കിൽ സ്പിയറോ ആയിട്ടുള്ളൊരു വസ്തുവായിരിക്കും. അതുപോലെ തന്നെ സ്പുട്നിക് 1 എന്ന് പറയുന്നത് ഒരു സ്പിയർ, ഒരു ഗോളം മാതിരിയുള്ളൊരു വസ്തുവായിട്ടാണ് അത് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്പുട്നിക് 1 ഒരു മെറ്റൽ ബോൾ ഷേപ്പിലായിരുന്നു സ്പുട്നിക് 1 ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എത്രയായിരുന്നു? 58 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ ഈ ബോൾ രൂപത്തിലാക്കിയാൽ അത് അവിടെ നിൽക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നിൽക്കാൻ വേണ്ടി കുറച്ച് ആൻറ്റിനകളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആൻറ്റിനാസും ഉണ്ടായിരുന്നു. മെറ്റൽ ഷേപ്പിലായിരുന്നു. അതുപോലെ 4 ആൻറ്റിനാസാണ്. 4 ആൻറ്റിനാസും ഒരു മെറ്റൽ ബോളിൽ 4 ആൻറ്റിനി ആയിട്ടുള്ള ഷേപ്പായിരുന്നു സ്പുട്നിക് 1 ഉണ്ടായിരുന്നത്. ഏതാണ്? 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 USSR പുറത്തുവിടുന്നത്. ഓക്കെ അല്ലേ? ഇത് എവിടെ നിന്ന് പുറത്തു വിട്ടു നമുക്ക് നോക്കണ്ടേ. അതിനും ഇതിൻ്റെ ഇത് നോക്കിയേ, സിഗ്നൽസ് നോക്കിയേ. സിഗ്നലിന് 20.005 തൊട്ട് 40.002 മെഗാ ഹേർട്സ് വരെയായിരുന്നു അതിൻ്റെ സിഗ്നൽ വരുന്നത്. എത്ര? 20.005 to 40.002 മെഗാ ഹേർട്സ് ആയിരുന്നു അതിൻ്റെ സിഗ്നലിൻ്റെ റേഞ്ച് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അതിന് 21 ദിവസമായിരുന്നു അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 21 ദിവസമായിരുന്നു. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി വീക്കായിട്ട് അത് പിന്നെ റൺ ചെയ്തില്ല. ഏത് ദിവസം? 26 ഒക്ടോബർ 1957 ഇത് നിർത്തലായത്. 26 ഒക്ടോബർ 1957 ഇത് നിന്നുപോയത്. അതായത് ഇത് പുറത്തു വിട്ട് 21 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി റൺ ഔട്ടായിട്ട് 26 ഒക്ടോബർ 1957 അത് നിന്നുപോയി. അതുപോലെ തന്നെ ഏർത്തിനെ ചുറ്റുന്ന ഏർത്തിൻ്റെ ഓർബിറ്റ് കറങ്ങി വരുന്ന ആദ്യത്തെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആയിരുന്നു സ്പുട്നിക് 1 എന്ന് പറയുന്നത്. സ്പുട്നിക് 1 ആയിരുന്നു ഏർത്തിനെ സക്സസ്ഫുള്ളി ചുറ്റി വന്ന ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഏത് ദിവസമാണ് അത് നിന്നുപോയത്? 26 ഒക്ടോബർ 1957. അതിൻ്റെ കാരണമോ ബാറ്ററി റൺ ഔട്ട് അതായിരുന്നു കാരണം. 21 ദിവസമായിരുന്നു അതിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നത്. ഇനി അത് എവിടെ നിന്നാണത് ലോഞ്ച് ചെയ്തതെന്ന് നോക്കിയാൽ കസാഖസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബൈക്കോണൂർ കോസ്മോഡ്രോൺ തൈറോയിഡ് നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു വിൻ ദ നോബൽ പീസ് പ്രൈസ്? ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു വിൻ ദ നോബൽ പീസ് പ്രൈസ്? ഓപ്ഷൻസ് നോക്കിയേ. ആർതർ അഷ്കിൻ, ജോൺ ഹെൻറി ഡുവൻ, ജോസഫ് റോപ്ടൺ, ലിയോഡിൻ ഹൗറിറ്റ്സ്. ഏതൊക്കെയാ ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ജീൻ ഹെൻറി ഡുവൻഡാണ്. അപ്പോൾ നമുക്ക് നോബൽ പ്രൈസിനെ കുറിച്ചൊക്കെ നോക്കിയാലോ. ജീൻ ഹെൻറി ഡുവൻഡിനാണ് ആദ്യമായിട്ട് പീസിൻ്റെ അതിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അത് ഫസ്റ്റ് പേഴ്സൺ ആയിരുന്നു അദ്ദേഹം. ഇനി നോബൽ പ്രൈസിനെ നോക്കുകയാണെങ്കിൽ 1895 ആൽഫ്രഡ് നോബലാണ് ഈ നോബൽ പ്രൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് വർഷം? 1895 ആൽഫ്രഡ് നോബൽ പ്രൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെ കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്? ഫിസിക്സ്, കെമിസ്ട്രി, ലിറ്ററേച്ചർ, പീസ്, മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി. ഈ സബ്ജക്ട്സിനൊക്കെയാണ് നമ്മൾ നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഏതൊക്കെ? ഫിസിക്സ്, കെമിസ്ട്രി, ലിറ്ററേച്ചർ, പീസ്, മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി. ഈ സബ്ജക്റ്റിനൊക്കെയാണ് നമ്മൾ നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഇനി ഈ നോബൽ പ്രൈസ് കൊടുക്കുന്നതിനെ നോക്കിയാൽ പീസിനുള്ള നോബൽ പ്രൈസ് നമ്മൾ നോർവേ എന്നും അതുപോലെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും നമ്മൾ കൊടുക്കുന്നത് സ്വീഡനിൽ നിന്നാണ്. പീസിന് നോർവേയിലും അതുപോലെ തന്നെ നോർവേ എന്നാണ് പീസിന് നോർവേയും അതുപോലെ തന്നെ ബാക്കിയുള്ളതിനൊക്കെ സ്വീഡനിൽ നിന്നാണ് നമ്മൾ നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഇനി
ഓരോന്നിൻ്റെയും നമ്മൾ നോക്കുവാണെങ്കിൽ പീസിന് ഫസ്റ്റ് ആർക്കാ കിട്ടിയത്? നമ്മളെ ക്വസ്റ്റിൽ പറഞ്ഞ പോലെ ജീൻ ഹെൻറി ഡുവണ്ടിനാണ് ആദ്യമായിട്ട് എന്താ നോബൽ പ്രൈസ് പീസിന്റെ സബ്ജക്റ്റിൽ കിട്ടിയിട്ടുള്ളത്. എന്തിനായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്? പ്രൊമോഷൻ ഓഫ് പീസ് ആൻഡ് ഫ്രെറ്റേണിറ്റി എമംഗ് ദ നേഷൻ. പ്രൊമോഷൻ ഓഫ് പീസ് ആൻഡ് ഫ്രെറ്റേണിറ്റി എമംഗ് ദ നേഷൻ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് ആദ്യമായിട്ട് പീസ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അദ്ദേഹം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് അതിൻ്റെ ഫൗണ്ടറും കൂടി ആയിരുന്നു. അദ്ദേഹം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ ഫൗണ്ടർ കൂടിയായിരുന്നു ജീൻ ഹെൻറി ഡുവൻ എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള സബ്ജക്ട് നോക്കിയാലോ. ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് ആർക്കാ കിട്ടിയത്? സുള്ളി പ്രുദോമിനാണ് ആദ്യമായിട്ട് എന്താ ലിറ്ററേച്ചറിൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പോയറ്റിക് കോമ്പോസിഷൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പോയറ്റിക് കോമ്പോസിഷന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഫിസിക്സ് ഓക്കെ. ഫിസിക്സിൽ ആർക്കാം? വില്യം കോണാർഡ് റോണ്ടേജനാണ് എന്താ ഫിസിക്സിൽ കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ട്. അദ്ദേഹത്തിന് ഡിസ്കവറി ഓഫ് എക്സ്റേസ് കാരനാണ് അദ്ദേഹത്തിന് എന്താ നോബൽ പ്രൈസ് കിട്ടിയത്. ഡിസ്കവറി ഓഫ് എക്സ്റേസിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി മെഡിസിൻ നോക്കിയേ. മെഡിസിൻ ആർക്കാ കിട്ടിയിട്ടുള്ളത്? എമിൽ വോൺ ബെഹറിനാണ് മെഡിസിന് എന്താ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വർക്ക് എന്താ? ഹിസ് വർക്ക് ഓൺ സെറം തെറാപ്പി എസ്പെഷ്യലി ഇറ്റ്സ് അപ്ലിക്കേഷൻ അഗൈൻസ്റ്റ് ഡിഫ്തേരിയക്കെതിരായിട്ടുള്ള അപ്ലിക്കേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സെറം തെറാപ്പി കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ വർക്കിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. എന്തിന്? മെഡിസിനും. ഇനി കെമിസ്ട്രി നോക്കിയേ. കെമിസ്ട്രിയിൽ ആർക്കാ കിട്ടിയത്? ജേക്കബ് എച്ച് വാൺ ഹോഫിനാണ് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തിനാ? അദ്ദേഹത്തിന് ഡിസ്കവറി ഓഫ് ലോസ് ഓഫ് കെമിക്കൽ ഡൈനാമിക്സ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ഇൻ സൊല്യൂഷൻ. ഇദ്ദേഹത്തിന് ഈ വർക്കിന് വേണ്ടിയിട്ടാണ് എന്താ കെമിസ്ട്രിയിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫസ്റ്റ് വുമൺ ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ് വാസ്റ്റ്. ഓപ്ഷൻസ് ഓക്കെ. ജുങ്കോ തൈബേയി, കരോലിൻ മിക്കേൽസൺ, വാലന്റീന തെരഷ്കോവ, നൺ ഓഫ് ദ ബോ. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജുൻകോ തയേബിയാണ്. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം എന്ന് പറയുന്നത് ഫസ്റ്റ് വുമൺ എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുന്ന ആദ്യത്തെ വുമൺ ആണ് ജുൻകോ തയേബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരൊരു ജപ്പാനീസ് മൗണ്ടെയ്നർ ആണ്. അതുപോലെ തന്നെ ഒരു ഓതറാണ്. പിന്നെ അവരൊരു ടീച്ചർ കൂടിയാണ്. ആരൊക്കെയാണ്? ജപ്പാനീസ് മൗണ്ടറാണ്, അതുപോലെ തന്നെ ഓതറാണ്, അതുപോലെ ഒരു ടീച്ചറും കൂടിയായിരുന്നു ജുൻകോ തയേബി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത വുമൺ ആണ് ജുൻകോ തയേബി എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന് അനുസ്മരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് എന്താ പിന്നീട് ഒരു ആസ്ട്രോയിഡ് 697 തയേബി എന്ന് പേര് കൊടുത്തു. പിന്നെ ആസ്ട്രോണമർ എന്ത് ചെയ്തു? ആസ്ട്രോയിഡ് 6897 തയേബി എന്നുള്ള പേര് ഒരു ആസ്ട്രോയിഡിന് കൊടുത്തു. എന്തിന്? ജുൻകോ തയേബിയുടെ അനുസ്മരിച്ചുകൊണ്ട്. പിന്നെയോ 2019 ആണ് അത് കൊടുത്തത്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പ്ലൂട്ടോയിലുള്ളൊരു മൗണ്ടെയിൻ റേഞ്ച് അതിനൊന്ത് തയേബി മോണ്ടസ് എന്നുള്ള പേര് കൊടുത്തു. പ്ലൂട്ടോയിലുള്ളൊരു മൗണ്ടെയിൻ തയേബി മോണ്ടസ് എന്നുള്ള പേരും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ ജുൻകോ തയേബിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ പേരൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു ഇഷ്യൂ പേപ്പർ കറൻസി? ഓപ്ഷൻസ് ഓക്കെ. ജപ്പാൻ, ഇന്ത്യ, ചൈന, USA. ഏതാ കറക്റ്റ് ആൻസർ? ഫസ്റ്റ് കൺട്രി ടു ഇഷ്യൂ പേപ്പർ കറൻസി. കറക്റ്റ് ആൻസർ എന്ന് ചൈനയാണ് എന്താ ആദ്യമായിട്ട് പേപ്പർ കറൻസി ഇഷ്യൂ ചെയ്തത്. ഇനി അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 806 AD ആണ് ചൈനയിൽ ആദ്യമായിട്ട് പേപ്പർ കറൻസി കൊടുക്കുന്നത്. 806 AD ചൈനയിൽ വെച്ചിട്ട്. അതുപോലെ ഇതിന് ഫ്ലൈയിങ് മണി എന്ന് കൂടി പറയുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഫ്ലൈയിങ് മണി എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഫ്ലൈയിങ് മണി എന്ന് പറയുന്നത്? നമുക്ക് പേപ്പറല്ലേ, കാറ്റടിച്ചാൽ പറന്നു. ഇങ്ങനെ പറന്നു പോകുന്നത് കൊണ്ടാണ് ഇതിനെന്താ ഫ്ലൈയിങ് മണി എന്നുള്ള പേര് വന്നത്. ബ്ലോ എവേ ഇൻ ദ വിൻഡ്. അതുകൊണ്ടാണ് ഇതിന് ഫ്ലൈയിങ് മണി എന്നുള്ളൊരു പേര് കൊടുത്തത്. പിന്നെ പറയുകയാണെങ്കിൽ സങ് ഡൈനാസിയാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത്. ഏത്? റിയൽ പേപ്പർ മണി ആദ്യമായിട്ട് കൊണ്ടുവന്നത് സങ് ഡൈനാസിറ്റിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് നോട്ട്സ് എവിടെയാ? ജപ്പാനിൽ. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് നോട്ട്സ് ബാങ്ക് ഓഫ് ജപ്പാനിൽ 885 പുറത്തിറക്കിയിട്ടുള്ളത്. 1885 ബാങ്ക് ഓഫ് ജപ്പാനിലാണ് എന്താ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് നോട്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ 19th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷുകാരാണ് എന്താ സബ് കോണ്ടിനെന്റിൽ പേപ്പർ മണി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ അതുപോലെ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഏതാ? 5 rupee മണിയാണ് ആദ്യത്തെ പേപ്പർ കറൻസി ആയിട്ട് വരുന്നത്. എപ്പം? RBI 1938 ഇത് ഇഷ്യൂ ചെയ്യുന്നത്. RBI ജനുവരി 1938 ആദ്യമായിട്ട് പേപ്പർ കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. ഏതായിരുന്നു ഫസ്റ്റ് പേപ്പർ കറൻസി? 5 rupee നോട്ടായിരുന്നു ആദ്യത്തെ പേപ്പർ കറൻസി. അതുപോലെ ഈ 5 rupee നോട്ടിൽ എന്തിൻ്റെ പോർട്രേറ്റ് ആയിരുന്നു ഉണ്ടായത്? ജോർജ് ആറാമൻ്റെ പോർട്രേറ്റ് ആയിരുന്നു ഈ 5 rupee നോട്ടിൽ ഉണ്ടായിരുന്നത്. ആരുടെ? ജോർജ് ആറാമൻ്റെ പോർട്രേറ്റ് ആയിരുന്നു ഈ 5 rupeeയിൽ
ഉണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യൻ കോയിൻസ് കൊണ്ടുവന്നത് എവിടെയാണ്, എപ്പോഴാണ്? 6th സെഞ്ച്വറി BC മഹാജനപദ പീരീഡിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. മഹാജനപദയാണ് ആദ്യമായിട്ട് കോയിൻസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ കോയിൻ എന്ന് പറയുന്നത് മഹാജനപദാസ് ഇന്ത്യ. ഏത്? 6th സെഞ്ച്വറി BC. അതുപോലെ തന്നെ എന്താ, കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് ആദ്യമായിട്ട് അമേരിക്കൻ റവല്യൂഷൻ വാറിന്റെ സമയത്ത് കോണ്ടിനെന്റൽ കറൻസി കൊണ്ടുവരുന്നത്. കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് ആദ്യമായിട്ട് എന്താ കോണ്ടിനെന്റൽ കറൻസി അമേരിക്കൻ റവല്യൂഷൻ വാർ കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു പ്രിപ്പയർ എ കോൺസ്റ്റിറ്റ്യൂഷൻ? ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയേ, വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു പ്രിപ്പയർ എ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻസ് നോക്കിയേ, USA, ഇന്ത്യ, UK, ചൈന. ഏതാ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് USA ആണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത് ആരാ? കൊളോണിയൽ അമേരിക്കയാണ് ആദ്യമായിട്ട് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത്. ബാക്കിയുള്ള കൺട്രിയിൽ വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാ? അമേരിക്കയാണ്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് എഴുതി ശരിയാക്കിയത്, അതിൻ്റെ കൂടെ എന്താ US കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? 7 ആർട്ടിക്കിളും അതുപോലെ തന്നെ ഒരു പ്രിയാമ്പിള് പിന്നെ ഒരു ക്ലോസിംഗ് എൻഡോഴ്സ്മെൻറ്റും കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ തന്നെ ബിൽ ഓഫ് റൈറ്റ്സും പിന്നെ സെവറൽ അമെൻഡ്മെൻറ്റ്സും പിന്നെ എഡീഷൻ ആയിട്ടും കൊണ്ടുവന്നു. എന്തൊക്കെയാണ് ഉള്ളത്? 7 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, ക്ലോസിംഗ് എൻഡോഴ്സ്മെൻറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അത് കൂടാതെ ബിൽ ഓഫ് റൈറ്റ്സും സെവറൽ അമെൻഡ്മെൻറ്റ്സും ഇതിൻ്റെ കൂടെ കൊണ്ടുവന്നത്. ആദ്യമായിട്ട് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത് ആരാ? അമേരിക്കയാണ്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ ഇത് 1787 സെപ്റ്റംബർ 17 ഇത് കൊണ്ടുവന്നതെങ്കിലും 1788 ജൂൺ 21 ഇത് പ്രാബല്യത്തിൽ വന്നത്. 1788 ജൂൺ 21 ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്നത്. ഇത് എഴുതി ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നത് 1787 സെപ്റ്റംബർ 17 ഇത് ആരെ ഇതിൻ്റെ ഐഡിയ കൊണ്ടുവന്നത്? ജെയിംസ് മാഡിസൺ ആണ് ഇതിൻ്റെ ഐഡിയ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഡോക്യുമെൻ്റ് എഴുതി വെച്ചത് ജെയിംസ് മാഡിസൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇതാണ് പിന്നെന്താ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മോഡലായിട്ട് ഇവർ തിരഞ്ഞെടുത്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മോഡലായിട്ട് ഇവർ എടുത്തത് എന്താ? ജെയിംസ് മാഡിസന്റെ ഈ ഡോക്യുമെന്റിനെയാണ് ഇവർ മോഡലായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ വിച്ച് പ്ലേസ് ദ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് വാസ് ഹെൽഡ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയേ, ഇൻ വിച്ച് പ്ലേസ് ദ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ് വാസ് ഹെൽഡ്? ഓപ്ഷൻസ് നോക്കിയേ, പാരീസ്, ഏതൻസ്, ബെർലിൻ, ആംസ്റ്റർഡാം. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഏതൻസ് ആണ്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താ മോഡേൺ ഒളിമ്പിക്സ് ഗെയിംസ് അല്ലെങ്കിൽ ഏതൻ ഗെയിംസ് ഇതെന്താ ഫസ്റ്റ് ഒക്കറൻസ് ചെയ്തത് ഏതൻസിലാണ്. എപ്പം? 6 ഏപ്രിൽ തൊട്ട് 15 ഏപ്രിൽ 1896 വരെ. 6 ഏപ്രിൽ തൊട്ട് 15 ഏപ്രിൽ 1896 വരെയായിരുന്നു ഈ ഏതൻസ് ഗെയിംസ് അല്ലെങ്കിൽ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് വന്നിട്ടുള്ളത്. ആ ഗെയിംസിൽ 280 അത്ലറ്റ്സ് ആയിരുന്നു പങ്കെടുത്തിട്ടുള്ളത്. എത്ര? 280 അത്ലറ്റ്സ്. അതുപോലെ തന്നെ 43 ഇവൻറ്റ്സ് ആയിരുന്നു അന്നത്തെ ആ ഇവൻറ്റിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 43 ഇവൻറ്റ്സും അതുപോലെ തന്നെ 280 അത്ലറ്റ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി പിന്നെ പറയുകയാണെങ്കിൽ എന്താ, എല്ലാ വർഷവും ജൂൺ 23 ആണ് എന്താ ഈ വേൾഡ് ഒളിമ്പിക്സ് ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എപ്പം? ജൂൺ 23 വേൾഡ് ഒളിമ്പിക്സ് ഡേ. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു വലിയ ബിഗ്ഗസ്റ്റ് സ്പോർട്ടിംഗ് ഇവൻ്റ് ആയിട്ടാണ് ഒളിമ്പിക് ഗെയിംസ് കൺസിഡർ ചെയ്യുന്നത്. വേൾഡിൽ തന്നെ ബിഗ്ഗസ്റ്റ് സ്പോർട്സ് ഇവൻ്റ് ആയിട്ടാണ് എന്താ ഒളിമ്പിക്സ് ഗെയിംസിനെ കൺസിഡർ ചെയ്ത്. ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് ഗെയിംസ് ഒരു കൺട്രിയിൽ ഹോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കൺട്രീൻ്റെ ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ടായിരുന്നു ഇവർ വിചാരിച്ച് കൊണ്ടുവരുന്നത്. അതുപോലെ എന്താ ഏറ്റവും കൂടുതൽ 9 ടൈംസ് USA ആണ് ഏറ്റവും കൂടുതൽ ടൈം എന്താ ഈ ഒളിമ്പിക് ഗെയിംസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം ഹോസ്റ്റ് ആയിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത് USA ആണ്. തൊട്ട് പിന്നിൽ 6 ടൈംസ് ഒളിമ്പിക് ഗെയിംസ് കണ്ടക്ട് ചെയ്ത് ഫ്രാൻസും തൊട്ട് പിന്നിലുണ്ട്. തൊട്ട് പിന്നിൽ ഫ്രാൻസ് 6 ടൈമും USA 9 ടൈമും ആയിട്ടായിരുന്നു ഒളിമ്പിക് ഗെയിംസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ് വാസ്. ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ് വാസ്. ഏതാ? കൽപ്പന ചൗള, വാലന്റീൻ തെരഷ്കോവ, നൈദിയ കൊമെൻസി, തമര പ്രസ്. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വാലന്റീന തെരഷ്കോവ. വാലന്റീന തെരഷ്കോവയാണ് ആദ്യമായിട്ട് എന്താ സ്പേസിൽ പോയ വനിത. ആദ്യമായിട്ട് സ്പേസിൽ ഇറങ്ങിയ വനിത എന്ന് പറയുന്നത് വാലന്റീന തെരഷ്കോവയാണ്. എപ്പം? 16 ജൂൺ 1963. 16 ജൂൺ 1963 ഏത് വോസ്റ്റോക്ക് 6 എന്ന് പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റിലായിരുന്നു വാലന്റീന തെരഷ്കോവ സ്പേസിലേക്ക് പോയിട്ടുള്ളത്. ഏത് വോണ്ടോക്ക് 6 എപ്പം 16 ജൂൺ 1963 പോയത്. അതുപോലെ തന്നെ എന്താ 70 മണിക്കൂറിന് മുകളിൽ അവർ സ്പേസിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എപ്പം? 70 മണിക്കൂറിന് മുകളിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു വിൻ ദ ഫുട്ബോൾ വേൾഡ് കപ്പ്? Which of the following is the first country to win the football world cup? Options നോക്കിയേ, അർജന്റീന, USA, ഉറുഗ്വായ്, ഇന്ത്യ. ഏതാ കറക്റ്റ് ആൻസർ?
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഉറുഗ്വായി ആണ്. ഉറുഗ്വായി ആണ് എന്താ ഫസ്റ്റ് വേൾഡ് കപ്പിൽ വിന്നറായിട്ടുള്ളത്. ഇനി ഉറുഗ്വായി നമ്മൾ പറയും ഉറുഗ്വായാണ് ഫസ്റ്റ് വേൾഡ് കപ്പിൽ വിന്നർ ആയിട്ടുള്ളത്. ഏത് ടൈം? 1930 നടത്തിയ ഫിഫ വേൾഡ് കപ്പിലായിരുന്നു ഈ ഉറുഗ്വായ് വിന്നർ ആയിട്ടുള്ളത്. എവിടെ വെച്ച് കണ്ടക്ട് ചെയ്തത്? മോണ്ടെവിഡോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഈ മോണ്ടെവിഡോ എന്ന് പറയുന്നത് ഉറുഗ്വായുടെ ക്യാപിറ്റലാണ്. ഉറുഗ്വായുടെ ക്യാപിറ്റലാണ് മോണ്ടെവിഡോ എന്ന് പറഞ്ഞത്. അവിടെ കണ്ടക്ട് ചെയ്ത് 1930 കണ്ടക്ട് ചെയ്ത ഫിഫ വേൾഡ് കപ്പിലാണ് ഉറുഗ്വായ് ഫസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ ഉറുഗ്വായ് ആയിരുന്നു 1930 ഹോസ്റ്റിംഗ് കൺട്രി എന്ന് പറയുന്നത്. കാരണം മോണ്ടെവിഡോ എന്ന് പറഞ്ഞാൽ ഉറുഗ്വായുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഉറുഗ്വായ് ആയിരുന്നു ഹോസ്റ്റിംഗ് കൺട്രി എന്ന് പറയുന്നത്. അതുപോലെ ആ വർഷത്തെ മാച്ചിൽ വെച്ചാൽ വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത മാച്ചായിരുന്നു അത്. എല്ലാ കൺട്രിയും എന്താ ഈ മാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ്? ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ്? ഓപ്ഷൻസ് നോക്കിയേ. ബൻ കി മൂൺ, തൈർഗി ലൈ, ശശി തരൂർ, യൂത്താൻ. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ തൈർഗി ലൈ എന്നാണ്. അപ്പോൾ എന്താണ് സെക്രട്ടറി ജനറൽ? സെക്രട്ടറി ജനറൽ യുണൈറ്റഡ് നേഷൻ്റെ സെക്രട്ടറി ജനറൽ 5 വർഷത്തേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 5 വർഷത്തേക്കാണ് സെക്രട്ടറി ജനറൽ യുണൈറ്റഡ് നേഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആരാ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ജനറൽ അസംബ്ലി ആയിരുന്നു. റെക്കമെൻഡ് ചെയ്യുന്നത് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിൽ റെക്കമെൻഡ് ചെയ്ത് ജനറൽ അസംബ്ലിയാണ് ഈ സെക്രട്ടറി ജനറലിനെ 5 വർഷത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്തത്. യുണൈറ്റഡ് നേഷൻ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 24 ഒക്ടോബർ 1945 യുണൈറ്റഡ് നേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി തൈറി ലൈനെ നോക്കുകയാണെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ നോർവേൻ പൊളിറ്റീഷ്യനാണ്, അതുപോലെ ലേബർ ലീഡറാണ്, ഗവൺമെൻറ് ഒഫീഷ്യലാണ്, അതുപോലെ തന്നെ അവർ ഓതർ കൂടിയായിരുന്നു. ഇവരായിരുന്നു ആദ്യമായിട്ട് ഫസ്റ്റ് സെക്രട്ടറി ജനറൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആയത്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു വാസ് ദ ഫസ്റ്റ് ജിയോഗ്രാഫർ ടു പ്രിപ്പയർ ദ വേൾഡ് മാപ്പ്? Who was the first geographer to prepare the world map? Options okay. Herodotus, Thales, Anaximander, Hectatus. ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ തന്നെ അനാക്സിമെൻഡർ ആണ്. അദ്ദേഹത്തിന് കുറിച്ച് ആദ്യമായിട്ട് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ജിയോളജിയിൽ ഒരു മാപ്പ് കൊണ്ടുവന്നത് അനാക്സിമെൻഡർ ആണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഗ്രീക്ക് തിങ്കറാണ്. അതുപോലെ തന്നെ എന്താ 42nd ഒളിമ്പ്യാഡിൽ 3rd ഇയറിലായിരുന്നു അദ്ദേഹം ഇത് കൊണ്ടുവന്നത്. അദ്ദേഹം ജനിച്ചത് അതായത് 630 BC അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ 546 BC അദ്ദേഹം നിര്യാതനായി. അതുപോലെ മില്ലേറ്റസ് ലോണിയ എന്ന് പറഞ്ഞ സിറ്റിയിൽ മില്ലേറ്റസിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അനാക്സിമെൻഡർ ആണ് ആദ്യമായിട്ട് എന്താ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ജിയോഗ്രഫിയിൽ വെച്ച് ഒരു മാപ്പ് കൊണ്ടുവരുന്നത് അനാക്സിമെൻഡർ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേൾഡിലെ ഫസ്റ്റ് എന്നുള്ള കാര്യത്തിലുള്ള 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള സ്ട്രാറ്റജിക്കായിട്ട് അടുത്ത ദിവസം കാണും വരെ താങ്ക് യു.